എൻ്റെ രണ്ട് വാദങ്ങളാണ്. ഒന്ന്, വളരെ നിർഭാഗ്യകരമാണ് എം ടി വാസുദേവൻ നായർ ഒരു രാഷ്ട്രീയ വിമർശനം വളരെ സർഗാത്മകമായ രീതിയിൽ തന്നെ, വളരെ സാഹിത്യഭംഗിയോടുകൂടി, വളരെ ഒതുക്കത്തോടുകൂടി, ഏറ്റവും ലളിതമായ ഭാഷയിൽ എന്നാൽ ശക്തമായ ആശയം വിനിമയം ചെയ്തിട്ട് ഇത് പറഞ്ഞത് എന്നെക്കുറിച്ചാണോ എന്ന് അന്വേഷിച്ചു പോകേണ്ടി വരുന്ന മാധ്യമപ്രവർത്തകരെക്കുറിച്ചാണ് എനിക്കുള്ളൊരാശങ്ക. അങ്ങനെയല്ല അത് സംഭവിക്കേണ്ടത്. അത് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അസംബ്ലിയിലാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും അധികാരമെന്ന് പറയുന്നത് ആൾക്കൂട്ടത്തെ ഉത്തരവാദിത്വമുള്ള സമൂഹമാക്കി പരിവർത്തനപ്പെടുത്തേണ്ടതാണ് എന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. അതൊരു രാഷ്ട്രീയ വിമർശനമാണ്. ആ രാഷ്ട്രീയ വിമർശനത്തിൻ്റെ ചില ഭാഗങ്ങൾ തീർച്ചയായും പിണറായി വിജയന് ബാധകമാണ്, ചില വിമർശനങ്ങൾ മോദിക്ക് ബാധകമാണ്, ഇനി ചില വിഷയങ്ങൾ നമുക്ക് ലോക സമൂഹത്തിലെ മറ്റ് നേതാക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാം ബാധകമാണ്. പക്ഷേ വളരെ സ്പെസിഫിക്കായി അദ്ദേഹം ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്താണ് തിയററ്റിക്കൽ ഫ്രെയിംവർക്ക്? മാർക്സിനെയാണ് ഉദ്ധരിക്കുന്നത്, EMSനെയാണ് ഉദാഹരിക്കുന്നത്, ചെക്കോവിനെയും വില്യം റെയിലിനെയുമാണ് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉദ്ധരണികളായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പശ്ചാത്തലത്തിലാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പശ്ചാത്തലത്തിൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പരിപ്രേക്ഷ്യത്തിനുള്ളിൽ നിന്നുകൊണ്ടുള്ള വിമർശനം ഒരു കൾച്ചറൽ നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വിമർശനമല്ല. അത് സാധ്യമാവില്ലല്ലോ. എം വി നികേഷ് കുമാർ, അതെങ്ങനെയാണ് സാധ്യമാവുക? ഉദാഹരണത്തിന്, വിപ്ലവത്തിൻ്റെ അന്തിമമായ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ കയ്യാളലല്ല എന്ന് പറഞ്ഞത് മാർക്സ് ആണ് എന്ന് പറഞ്ഞിട്ട് എങ്ങനെയാണ് നരേന്ദ്രമോദിയെ നിങ്ങൾക്കതിലേക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയുക? തിയറിറ്റിക്കലി അതെങ്ങനെ പോസിബിൾ ആവും? അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് ഏതിൻ്റെ കാര്യമാണ്? അദ്ദേഹം മാർക്സിനെയാണ് കോട്ട് ചെയ്യുന്നത്. മാർക്സിൻ്റെ തിയറിയിൽ നിന്നാണ് അദ്ദേഹം അത് എടുക്കുന്നത്. മാർക്സിൻ്റെ ആശയത്തിൽ നിന്നാണ് അധികാരത്തെ അദ്ദേഹം ഡിഫൈൻ ചെയ്യുന്നത്. അത് EMS ഇങ്ങനെ പ്രാവർത്തികമാക്കി എന്നാണ് അദ്ദേഹം കാണിക്കുന്നത്. അത് ഇൻറ്റഗ്രൽ ഹ്യൂമനിസത്തിൻ്റെ കാര്യമാണെങ്കിൽ ദീൻദയാൽ ഉപാധ്യായ അറിയാത്തയാളാണോ എം ടി വാസുദേവൻ നായർ? ദീൻദയാൽ ഉപാധ്യായയുടെ സാംസ്കാരിക ദേശീയതയെക്കുറിച്ച് പറയാൻ എന്താണ് എം ടി വാസുദേവൻ നായർക്ക് ബുദ്ധിമുട്ട്? അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കറൻസി പിൻവലിച്ച സമയത്ത് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം അന്ന് ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെ പുസ്തകം പ്രകാശിപ്പിക്കുന്ന വേളയിലാണെന്ന് തോന്നുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞ വാചകം ഇതാണ്: കറൻസി പിൻവലിച്ച് രാജ്യങ്ങളെല്ലാം നേരിട്ടത് വലിയ ആപത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. ആ കോണ്ടെക്സ്റ്റിൽ ആർക്കും സംശയമില്ലല്ലോ. ഈ കോണ്ടെക്സ്റ്റിൽ പിന്നെ എങ്ങനെയാണ് നമുക്ക് സംശയം ഉണ്ടാവുന്നത്? അപ്പോൾ ഈ വിമർശനങ്ങൾ പിണറായി വിജയന് ബാധകമല്ല എന്നൊരു പ്രെജുഡൈസ്ഡ് മൈൻഡ് രൂപപ്പെടുന്നത് തന്നെ ഈ വിമർശനത്തിൻ്റെ യാഥാർത്ഥ്യത്തെ, ആ വിമർശനം ശരിയാണ് എന്നത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് ഒരുപക്ഷെ നാളെ എം ടി തിരുത്തിയേക്കാം. എം ടി പറയുകയാണ് ഇത് നരേന്ദ്രമോദിക്കെതിരെയാണ്, അത് ഏത് കോണ്ടെക്സ്റ്റിലും അദ്ദേഹം പറയട്ടെ. പക്ഷേ ഇന്ന് എം ടി വാസുദേവൻ നായർ പ്രസംഗിച്ചതിൻ്റെ വെർബാറ്റം നമ്മുടെ കയ്യിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിനെ സംബന്ധിച്ച്, ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ ജീവിതത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങളാണ്. അതിൻ്റെ ചരിത്രം അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അതിൻ്റെ തിയറി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട സാഹിത്യ സന്ദർഭങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇതൊന്നും തന്നെ കേരളത്തിലെ കൾച്ചറൽ നാഷണലിസത്തെയോ ഹിന്ദുത്വ രാഷ്ട്രീയത്തെയോ വിമർശിക്കുന്നതിനുള്ള ടൂളുകളല്ല എന്നാണ് എൻ്റെ മനസ്സിന് തോന്നുന്നത്. ഇനി അങ്ങനെയല്ല. നാളെ എം ടി വാസുദേവൻ നായർ പറയുകയാണ് അധികാര പ്രമത്തതയും സർവാധിപത്യവും എന്നുള്ളത് ടോട്ടാലിറ്റേറിയനിസത്തെക്കുറിച്ച് പറഞ്ഞത്, EMSനെ ഉദാഹരിച്ചത് മോദിയെ വിമർശിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞാൽ അത് എം ടിയുടെ വിമർശനമാണ്. അത് എം ടിക്ക് സ്വീകരിക്കാം. പക്ഷേ ഞാൻ വായിച്ചെടുക്കുന്നത് ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാർ, അത് കേരളത്തിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള സർക്കാരുകൾക്ക് അധികാരം കൈകാളുന്നതിനെക്കുറിച്ച്, വിശിഷ്യ കേരളത്തിൽ അത് ഏറ്റവും കൂടുതൽ ബാധകമാകുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Meet the editors.